ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ സ്പെഷ്യൽ ഞണ്ട് റോസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഞണ്ട് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഞണ്ടാണ്. അപ്പോൾ അതിനൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 10-12ഓളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു വലിയ കഷ്ണം ഇഞ്ചി, അതൊന്ന് ചെറുതാക്കി നുറുക്കിയെടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. അധികവും ഞാൻ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. അതിലുണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ കുറച്ച് ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചതച്ചെടുത്ത ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരു കളർ മാറി വന്നാൽ മതി. നല്ലോണം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. അതിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലൊന്ന് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകം പറയുകയാണ്, ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. സവാളയും ചേർക്കുന്നുണ്ട്, എന്നാലും കൂടുതൽ ചെറിയുള്ളി എടുക്കാൻ നോക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ സവാള ചെറുതാക്കി ഇതുപോലെ ഒന്ന് നുറുക്കിയെടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാളയും ഇതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. വീട്ടിലുണ്ടായ കറിവേപ്പില തന്നെയാണ്, മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല. വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടി. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ 2 ടീസ്പൂണാണ്. മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പെപ്പർ പൗഡറും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കിയിട്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് എത്രയാണോ എരിവിന് വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറി കിട്ടിയാൽ തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു തക്കാളിയാണ്, അതൊന്ന് ചെറുതാക്കി ഇതുപോലെ ഒന്ന് നുറുക്കിയെടുത്തതാണ്. അതും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ മസാലയൊക്കെ ഒന്ന് കിടന്നിട്ട് വേവണം. അപ്പോൾ അതിന് കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവിയിൽ മസാലയൊന്നും ഇല്ലെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഞണ്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഉപ്പൊന്നുമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കുകയാണ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മസാലയിൽ വേണം നമ്മളിതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഞണ്ട്. എന്നാലേ ഉള്ളൂ ആ ഞണ്ടിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞണ്ട് കുറച്ചും കൂടെ വേവ് ആവാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഇത്രയും കറി വേണ്ട, കുറച്ചും കൂടെ ഞാൻ വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട്. റോസ്റ്റ് ആണല്ലോ, അപ്പോൾ ഇത്രയും വെള്ളം വേണ്ട. ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം ഈ ഒരു രീതിയിൽ വാങ്ങി വയ്ക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഇതൊക്കെ കിട്ടുന്ന സമയമാണല്ലോ, അപ്പോൾ എന്തായാലും വീട്ടിലൊന്ന് മറക്കാതെ വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞണ്ട് റോസ്റ്റ് വാങ്ങുകയാണ്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലൊരു മണമാണ് ഇതിന്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്